അപ്പോൾ ആദ്യ വാർത്തയിലേക്കാണ്. സംഘർഷഭരിതമായ 48 മണിക്കൂറുകൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മടങ്ങി. അതിനാടകീയമായ സംഭവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുന്നേ ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയത്. SFIയുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിലും ഭാരതീയ വിചാരകേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ പങ്കെടുത്തു. അതേസമയം ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സെമിനാറിന് കയറും മുൻപും SFI പ്രവർത്തകരെ ക്രിമിനലുകളെന്നും ഗുണ്ടകളെന്നും കൊലയാളിക്കൂട്ടമെന്നും ഗവർണർ ആവർത്തിച്ചു വിളിച്ചു. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are hundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students? I'm saying. How can you say that students are gundas? I'm saying not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. Get lost. How can you say that? അപ്പോൾ അങ്ങനെ കടുത്ത രോഷപ്രകടനമായിരുന്നു ഗവർണർ. ഇന്ന് മാത്രമല്ല ഇന്നലെയും ഒക്കെ അതിഭീകരമായ രോഷപ്രകടനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഇപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് മുൻപ് സർക്കാരിനെയും SFIയും വെല്ലുവിളിക്കുകയായിരുന്നു ഗവർണർ. കോഴിക്കോട്ടെത്തി നഗരപ്രദക്ഷിണം നടത്തി. പോലീസ് സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഗവർണർ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയത്. സെൽഫി എടുത്തും അലുവ നുണഞ്ഞും ഗവർണർ ജനങ്ങളുമായി സംവദിച്ചു. അതേസമയം ഒരു പടുകൂറ്റൻ പ്രകടനമാണ് വൈകിട്ട് SFI പ്രവർത്തകർ ഇതിന് മറുപടി നൽകിയത്. അവിടെ നിന്ന് നേരത്തെ ഒരുപക്ഷെ ഒരു 6:30 ഒക്കെ മടങ്ങുള്ളൂ എന്ന് അറിയിച്ചിരുന്നെങ്കിലും പരിപാടി കഴിഞ്ഞ പാട് തന്നെ ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിൽ വളരെ വേഗം പോവുകയായിരുന്നു. രാത്രി തിരുവനന്തപുരത്ത് എത്തുന്ന ഗവർണർക്കായി വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് ഉണ്ട്. സമീറിലേക്ക് ആദ്യം പോകുന്നു. സമീർ, ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരു വിദ്യാർത്ഥി സമര മുന്നേറ്റമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല കണ്ടത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാകാതെ, ഏതെങ്കിലും തരത്തിൽ സംഘർഷഭരിതമാകാതെ, ഏതെങ്കിലും തരത്തിൽ ഗുണ്ട, ക്രിമിനൽ, മർഡറേഴ്സ് എന്ന അതിരുകടന്ന വാക്കുകൾ ആ പ്രകോപനങ്ങളിൽ വീഴാതെ SFI സമരം നടത്തി, സമരം അവസാനിപ്പിച്ചു. സമീർ. തീർച്ചയായും ഹാഷ്മി, തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും ഒരു വിധത്തിലുമുള്ള സംഘർഷത്തിലേക്ക് SFI പ്രവർത്തകർ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെയാണ് ഗവർണർ ഇത്തരം ഒരു പരിപാടികൾക്ക് തുടക്കമാവുന്നത്, പ്രതിഷേധങ്ങൾക്കും തുടക്കമാവുന്നത്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് അവിടെയുള്ള ബാനറുകൾ നീക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആക്രോശിക്കുന്നു ഗവർണർ. അതിന് പിറകെ ഗവർണർ തന്നെ നിർദ്ദേശം നൽകുന്നതോടൊപ്പം ഗവർണർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത് മാറ്റുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് SFI പ്രവർത്തകർ എത്തുന്നു. രാത്രി ഏറെ വൈകിയും ആ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. ഇന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത്. ആ പരിപാടി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ഏറെക്കുറെ പാലിക്കാതെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വിധത്തിലുമുള്ള സുരക്ഷയും തനിക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഗവർണർ എത്തുന്നത്. അവിടെ ഏറെ നേരം ചെലവഴിക്കുന്നു. വലിയ ജനനിബിഡമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഗവർണർ ഏറെ നേരം ചെലവഴിച്ചത്. വിദ്യാർത്ഥികളും ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഒപ്പം അദ്ദേഹം ചെലവഴിക്കുന്നു. വിവിധ കടകളിൽ കയറുന്നു. അവിടെ നിന്നൊക്കെ തന്നെ ഹൽവ ഉൾപ്പെടെ വാങ്ങുന്നു. അദ്ദേഹം നേരിട്ട്
നേരിട്ട് കൈപ്പറ്റാതെ അത് വായിലേക്ക് വെച്ച് തരണമെന്ന് അവിടെയുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങുകയും ഒപ്പം തന്നെ അവിടെയുള്ള കടക്കാർക്ക് ചുംബനം നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇവിടെ നിന്നുള്ള പരിപാടികൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എത്തുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ ചെന്ന ശേഷവും വിദ്യാർത്ഥികൾ ക്രിമിനലുകളാണ്, ഒപ്പം SFI പ്രവർത്തകർ ക്രിമിനലുകളും ഗുണ്ടകളും കൊലപാതകളുമാണ് എന്ന് ആവർത്തിക്കുന്നു. അത്തരത്തിലുള്ള വാക്കുകളും വിമർശനങ്ങളും ഉയർന്ന വേളയിലൊക്കെ തന്നെയും SFI പ്രവർത്തകർ ഒരു വിധത്തിലുമുള്ള അക്രമങ്ങളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഗവർണർക്ക് താക്കീതുമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പടുകൂറ്റൻ റാലിയുമായിക്കൊണ്ട് അവർ എത്തുന്നു. വലിയ രീതിയിലുള്ള ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് തന്നെ ആണ് ഗവർണർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, RSS വൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമായിക്കൊണ്ടാണ് SFI പ്രവർത്തകർ ഈ പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ വേളയിൽ തന്നെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ സെമിനാറിൻ്റെ ഭാഗമാകാൻ ഗവർണർ എത്തുന്നു. ആ സെമിനാറിൽ പങ്കെടുക്കുന്നു. ആ വേളയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ആ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന വൈസ് ചാൻസലർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഗവർണറെ അവിടെ വിളിച്ചു വരുത്തുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗവർണർ ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു, അവിടുത്തെ ക്രമസമാധാന പരിപാലനം താളം തെറ്റുന്നു, ഭരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണക്കാർ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് ഗവർണർ പറയുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പിറകിലാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് അദ്ദേഹം അധ്യക്ഷനായി എത്തേണ്ടിയിരുന്നത്. ആ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർ ഷോ വ്യക്തമാക്കുന്നത്. തുടർ സമരങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ AISFും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണറുടെ ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പഠിപ്പ് മുടക്കൽ സമരത്തിന് അവർ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എത്രമേൽ പ്രതിഷേധം ഉയർന്നാലും അതിനെതിരെ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണറും ആവർത്തിക്കുന്നു. ഈ ഒരു തുറന്ന പോര് ഇനിയും തുടരുമെന്നതിൽ സംശയമില്ല. വരും ദിവസങ്ങളും ഇതിൻ്റെ തുടർ വാർത്തകൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഹാഷ്മി. സമീറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ. തിരുവനന്തപുരത്താണ് AV ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, PM ആർ ഷോ പറഞ്ഞത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരശേഷി ചാൻസലർ ആയ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് രീതിയിൽ എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക, ഏത് രീതിയിലാണ് സുരക്ഷാ ക്രമീകരണം? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ വരെയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നത് ഗവർണർ എന്നറിയാൻ കഴിയുന്നുണ്ടോ? അശ്വി, ഗവർണർ രാത്രി 10:30 തിരുവനന്തപുരത്തെത്തുമെന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഗവർണർ ഉടൻ തന്നെയാണ് ഫ്ലൈറ്റും ചാർട്ടും എല്ലാം മാറ്റിക്കൊണ്ട് തലസ്ഥാനത്തേക്ക് തിരിച്ചത്. എന്തായാലും 10:30 ഗവർണർ എത്തുമ്പോൾ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സാധ്യതയുള്ളത്. SFIയും DYFIയും ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ DYFI പ്രവർത്തകർ രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്ഭവന് മുമ്പിൽ ബാനർ പതിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തകർ എത്തിയത്. ഇവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇവർ നിലവിൽ രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ ഗവർണറുടെ കോലം ഇതിനു മുമ്പിൽ കത്തിക്കും. എന്തായാലും വലിയ തോതിൽ ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊത്ത ക്രമീകരണങ്ങൾ പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ രാജ്ഭവനിൽ എത്തുന്നതുവരെ എയർപോർട്ട് മുതൽ കൃത്യമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ പോലീസ് ഇതിനോടകം തന്നെ തീർത്തിട്ടുണ്ട്. രാവിലെയോടെ രാജ്ഭവൻ്റെ സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രതിഷേധം തുടരുമെന്നാണ് SFIയുടെ പ്രഖ്യാപനം. DYFI ഉൾപ്പെടെയുള്ള പിന്തുണ ഈ ഒരു വിഷയത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗവർണർ തലസ്ഥാനത്തെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും നാളെ തലസ്ഥാനത്ത് ഗവർണറുണ്ട്. അദ്ദേഹത്തിന് പൊതുപരിപാടികളില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ആ ഘട്ടത്തിലും ഒരു പ്രതിഷേധ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം ഇന്ന് കോഴിക്കോട് ഗവർണർ മിഠായി തെരുവിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങളിലേക്കും ഗവർണർ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങളും ഗവർണറുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ വൃത്തങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഇത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഗവർണർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗവർണറുടെ വരവോടുകൂടി തലസ്ഥാനം വീണ്ടും മറ്റൊരു സമരക്കളമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഗവർണർ കോഴിക്കോടേക്ക് തിരിച്ചത് തിരുവനന്തപുരത്തു നിന്നായിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം തുടക്കം തിരുവനന്തപുരത്താണ്. പാളയത്തായിരുന്നു SFI പാളയത്തും
പേട്ടയിലുമെല്ലാമായിരുന്നു SFI പ്രവർത്തകർ ആദ്യമായി ഗവർണറെ കരിങ്കൊടി കാണിച്ച് ഗവർണറുടെ വാഹനത്തിന് നേരെയെല്ലാം പാഞ്ഞെത്തുന്നത്. അന്ന് വലിയ സുരക്ഷാ ലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമുണ്ടായി. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്ഭവനിലേക്ക് DYFI പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹത്തെയാണ്, വനിതാ പോലീസുകാർ ഉൾപ്പെടെ 100ഓളം പോലീസുകാരെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒപ്പം ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ജാഗ്രതയിലാണ്. SFI പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ്. ഗവർണർ രാത്രിയോടെ 10:30 തലസ്ഥാനത്ത് എത്തും. ആഷ്മി, SFIയുടെ വലിയ പ്രതിഷേധം കണ്ടു, DYFIയുടെ പ്രതിഷേധവും കാണുന്നുണ്ട്. സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്നുള്ള ബാനർ ഉയർത്തി രാജ്ഭവനിലേക്കുള്ള DYFIയുടെ മാർച്ചൊക്കെ വരാനിരിക്കുകയാണ്. ജോസ്ഫിൻ ജോസഫ് ഹാഷ്മി ബ്രോ, ഗവർണർ SFI പ്രശ്നത്തിൽ ആരെങ്കിലും ഒന്ന് ക്ഷമിച്ച് നാട്ടിൽ സമാധാനം കൊണ്ടുവരണം എന്ന് പറയുകയാണ്. രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടർ ഒതുങ്ങലാണ് വേണ്ടത്, അത് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാത്രമല്ല സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ഇതിലും വലിയ ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടു. അതിനുശേഷം സ്വസ്തി ശാന്തം സമാധാനം എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടതാണ്. ഈ ഏറ്റുമുട്ടൽ ഏത് അളവിൽ പോകുമോ, ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക് പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാനല്ലേ പറ്റൂ. ജോസ്ഫിനെ, ഇവിടെ എന്താണ് ഒരുപാട് പ്രഷർ, നാളെ അവധിയാണോ, നാളെ പരീക്ഷയ്ക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ ഒരു അവധിയില്ല, നാളെ പരീക്ഷയ്ക്ക് പ്രശ്നമില്ല. നാളെ AYFൻ്റെ പഠിപ്പ് മുടക്കൽ അവർ പ്രഖ്യാപിച്ചു എന്നതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളോ ഏതെങ്കിലും ഒരു കോളേജോ ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി പഠിപ്പ് മുടക്കൽ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങ് അവധി പ്രഖ്യാപിക്കില്ലല്ലോ. അപ്പോൾ നാളെ കോളേജിൽ പോയിട്ട് അതിൻ്റെ സാഹചര്യം പോലെയൊക്കെയുള്ള തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ന് അവധിയാണ് എന്ന രീതിയിൽ വ്യാജമായി അങ്ങ് അടിച്ചിറക്കി എന്നിട്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് തിരുത്തിറക്കേണ്ടി വന്നു. അത് വ്യാജ വാർത്തയാണ് എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ വ്യാജ വാർത്ത ഇറക്കാതിരിക്കുക, വരുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. കൃത്യമായി തന്നെ ജില്ലാ കളക്ടറുടെ പേജിലൊക്കെ പോയി നോക്കിയാൽ അതത് സാഹചര്യമുണ്ടെങ്കിൽ ഉറപ്പായും അവധി ജില്ലാ കളക്ടർ FB പേജിലടക്കം പ്രഖ്യാപിക്കും. അത് മാധ്യമങ്ങൾ വാർത്തയെ വരികയും ചെയ്യും. അത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. പത്തനംതിട്ടയിലും ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധമുണ്ട്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ക്യാമ്പസുകളിൽ SFIക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിലൊക്കെ വലിയ പ്രതിഷേധവും ജില്ലകളിലൊക്കെ വലിയ പ്രതിഷേധവും ഈ ബാനർ പ്രതിഷേധവും ഒക്കെ പല സ്ഥലങ്ങളിലും കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് പത്തനംതിട്ടയിലും കണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനകളിലൊന്നും കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനവും തമ്മിലുള്ള മുഖാമുഖ ഏറ്റുമുട്ടൽ മാത്രമല്ല, അത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത കുറച്ചുകൂടി രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ആ ഭിന്നത ഡൽഹിയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് രാഷ്ട്രപതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആലോചന. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു സർക്കാർ. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്. സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങളുടെ തകർച്ചയെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു. ഇക്കാര്യം രാഷ്ട്രപതിയെ രേഖാമൂലം ഗവർണർ അറിയിക്കുമോ അതോ വെറും ആരോപണം മാത്രമാണോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേരിപ്പിക്കുന്നെന്ന് ആവർത്തിക്കുന്ന ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് പിണറായി വിജയന്റെ നീക്കം. ഗവർണറ് അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും, മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും? ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കേരളത്തിന് പുതുമയല്ല. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 1ഉം 2ഉം നയനാർ മന്ത്രിസഭകളുടെ കാലത്ത് തർക്കവിഷയം സർവകലാശാലകളായിരുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ രാംദുലാരി സിൻഹയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം അന്ന് കേരള നിയമസഭ പാസാക്കുകയും ചെയ്തു. 1ാം പിണറായി സർക്കാർ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതാണ്. ചട്ടത്തിൽ അത് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷ നോട്ടീസ് തള്ളിയിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. എന്തായാലും ശശീന്ദ്രൻ VR ചോദിക്കുകയാണ്, യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ചത് ആരാണ്? ഹാഷ്മി ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ സംഘടന കാലുകുത്തിക്കില്ല എന്നത് മുദ്രാവാക്യമായി പറയുന്നതാണ്. അല്ലാതെ വാച്യാർത്ഥത്തിൽ കാലുകുത്തിക്കില്ല എന്ന്, ഫിസിക്കലി കാലുകുത്തിക്കില്ല എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറയാറില്ലേ? അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് CPM പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ് എത്രയോ മന്ത്രിമാരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. എന്ന് പറഞ്ഞ് K. കരുണാകരനെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നത് എന്ന വലിയ മുദ്രാവാക്യം ഉണ്ടായില്ല. എന്ന് പറഞ്ഞ് K. കരുണാകരനോ ഉമ്മൻചാണ്ടിയോ ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അല്ലാതെ വാച്യാർത്ഥത്തിൽ ഫിസിക്കലി കാലുകുത്തിക്കില്ല എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് ഉദ്ദേശിച്ച് പറയുന്നതല്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ ഗവർണർ സർക്കാർ പോരതിൻ്റെ എല്ലാ പരിധിയും കടന്ന് മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. സർവകലാശാല VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പോര് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ വരെ എത്തി.
കേരളത്തിൻ്റെ സമീപഭാവിയിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസമായി കേരളം അമ്പരപ്പോടെ കണ്ടു നിൽക്കുകയാണ്. കാലിക്കറ്റ് ക്യാമ്പസിൽ അരങ്ങേറിയത്. ഇക്കാര്യത്തിൽ 24 ജനങ്ങളുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. കേൾക്കാം ജനങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഗവർണർ സംഖ്യയല്ലേ, കാവ്യവൽക്കരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഗവർണർ തുടർന്നു പോകുന്നത് ശുദ്ധ അസംബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ ഗവർണർക്ക് ആകെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും വിദ്യാർത്ഥികളെ നിലക്ക് നിർത്താമെന്നുള്ള വ്യാമോഹം പാൻപരാഗതം നിന്ന ഗവർണർക്കുണ്ടെങ്കിൽ അത് ആ ഗവർണറിൻ്റെ തോന്നിയാസത്തെ, ഗവർണറിൻ്റെ പിത്തലാട്ടത്തെ നിലക്ക് നിർത്താൻ അറിയുന്ന വിദ്യാർത്ഥികൾ ഈ കേരളത്തിലുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്നു വരുന്ന ഓരോ സമരങ്ങളും. നോർത്ത് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് അത് കേരളത്തിലും നടത്തി കാണിക്കണം എന്നുള്ളൊരു അജണ്ടയാണ് അയാളെ മനസ്സിലുള്ളത്. അത് യുവജന സംഘടനകൾ ചെയ്യുന്നത് എൻ്റെ തെറ്റായെന്ന അഭിപ്രായം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനോട് SFI ആയിട്ടാണ് ഞാൻ യോജിക്കുന്നത്. നമ്മുടെ SFIക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാന്യമായിട്ട് പെരുമാറേണ്ടതായിരുന്നു. ഇങ്ങനെ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഭരണഘടനാ അധികാരി സംസ്ഥാനത്തിൻ്റെ ഇങ്ങനെ പെരുമാറുന്നതിൽ കുറച്ച് ഔചിത്യം കാണിക്കേണ്ടതായിരുന്നു. ഇരട്ട നീതിയാണ് ഇപ്പോൾ തന്നെ ആവർത്തിച്ചു വരുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചാൽ അതിനെ രക്ഷാപ്രവർത്തനം എന്നും SFI കരിങ്കൊടി കാണിക്കുമ്പോൾ അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ തീർച്ചയായും ഗവർണറുടെ കൂടെയാണ്. യൂണിവേഴ്സിറ്റികളിൽ നല്ല ഭരണം നടത്തുവാനായി ഗവർണർ നിർദ്ദേശിച്ച സെനറ്റ് അംഗങ്ങളെ കമ്മികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നിവർ ഈ പൊറോട്ട് നാടകം യൂണിവേഴ്സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിക്കുള്ള പ്രതിഷേധങ്ങൾ ABVP സംഘടിപ്പിക്കും. ഗവർണർക്ക് ഐക്യദാർഢ്യം എന്നറിയിക്കുന്ന രീതിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിഷേധ രീതികളിലേക്ക് ABVP കടക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവർണർ കാലങ്ങളായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വിദഗ്ധരായ വൈസ് ചാൻസലർ അംഗീകരിച്ച വിദഗ്ധരായ അതത് മേഖലകളിൽ വിദഗ്ധരായ വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ലിസ്റ്റിനെ ചോറ്റുകൊട്ടയിലിട്ടുകൊണ്ട് സംഘപരിവാറുകാരെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടി ഗവർണർ ശ്രമം നടത്തിയിട്ടുള്ളത്. പ്രശ്നം ചോദിക്കുകയാണ്, ഹാഷ്മി SFIക്ക് വേണ്ടി ഭയങ്കര ന്യായീകരണമാണല്ലോ, അതിനെങ്ങനെ കാണണ്ട എന്ന് പറഞ്ഞാൽ ബ്ലഡി ഗുണ്ടാസ്, ക്രിമിനൽസ്, മർഡറേഴ്സ് എന്നൊക്കെ SFI എന്നല്ലെന്നേ. KSU ആവട്ടെ, ABVP ആകട്ടെ, MSF ആവട്ടെ, ചെറിയ രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അവർ വിദ്യാർത്ഥികളല്ലേ, വിദ്യാർത്ഥി സംഘടനകളാണ്. വിദ്യാർത്ഥി സംഘടനകളെ ആ നിലയ്ക്കാണ് കാണേണ്ടത്. ഇനി അവർക്കെന്തെങ്കിലും അപാകത ഉണ്ടായാൽ വിദ്യാർത്ഥികളാണ് ആ ഒരു ആനുകൂല്യം എപ്പോഴും ആ കുട്ടികൾ അർഹിക്കുന്നത്. അതിപ്പോൾ ഏത് സംഘടനയാണെങ്കിലും. അപ്പോൾ അതിനെയൊക്കെ അത്തരത്തിൽ അങ്ങനെ കടുത്ത വാക്കുകൾ പ്രയോഗിക്കാവോ? അങ്ങനെ പറയരുത്. അതിപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയും അത്തരത്തിലുള്ള പദാവലി ഉപയോഗിച്ച് ഗവർണർ എന്നല്ല ആരും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ അതികടുത്ത വാക്തർക്കം ഉണ്ടാവാറുണ്ടല്ലോ. ആ വാക്തർക്കത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാവ് ഈ പറഞ്ഞ ബ്ലഡി എന്നൊക്കെ വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നല്ലതല്ല. SFI ആവട്ടെ, KSU ആവട്ടെ, ABVP ആവട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടന ആവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറേയധികം പ്രേക്ഷകർ ചോദിക്കുകയാണ് നമ്മുടെ വാഗേരിയിലെ കടുവ എന്തായിന്ന്. വാഗേരിയിലെ കടുവയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണ വേദിയിലേക്ക് പൊതുജനം കഴുതയിലെ വാർത്താ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും സ്വാഗതം. സ്വപ്ന എന്ന് പറയുന്ന കുട്ടി ചോദിക്കുന്നു, ഹലോ, നാളെ ക്ലാസ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് വ്യക്തമായി പറയാമോ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. നാളെ ക്ലാസ് ഉണ്ടോ പറയാമോ? നാളെ ക്ലാസ് ഉണ്ട്. നാളെ ക്ലാസ്സിനൊരു ഇതുവരെ ഒരു അവധി ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഉണ്ടായത് AIFന്റെ പഠിപ്പ് മുടക്കൽ സമരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഒരു പഠിപ്പ് മുടക്കൽ സമരം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് സ്കൂളോ കോളേജോ നാളെ അവധിയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തില്ല. ജില്ലാ കളക്ടർ നടത്തില്ല. അതുകൊണ്ട് നാളെ അവധി എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകൂ. നാളെ പരീക്ഷയൊക്കെ മാറ്റിവെക്കുന്നില്ലെങ്കിൽ അങ്ങനെ നടക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് നാളെ പരീക്ഷയില്ല എന്ന് നേരത്തെ ഉറങ്ങണ്ട. കൃത്യമായി പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് മിടുക്കി കുട്ടികളായും മിടുക്കന്മാരുമായിട്ട് നാളെ സ്കൂളിൽ പോകും. ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ്? വാഗേരിയിൽ പ്രതീക്ഷിച്ച മരണത്തിന് 10ാം നാൾ നരഭോജി കടുവ കെണിയിലായി. മൃതദേഹം കിടന്നിരുന്ന കൂടല്ലൂർ കോളനിക്കവലയിലെ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കൂടല്ലൂർ കോളനിക്കവലയിലെ ഈ തോട്ടത്തിൽ, പ്രതിഷേധ തോട്ടത്തിലാണ് ഇപ്പോൾ സുർജിത്ത് ഉള്ളത്. സുർജിത്ത്, കടുവ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി കടുവയെ കൊണ്ടുപോകാൻ നടക്കില്ല എന്നുള്ളതാണോ നാട്ടുകാർ പറയുന്നത്?
ഹാഷ്മി, ഞാനുള്ളത് ഇപ്പോൾ കൂടല്ലൂരിലാണ്. കൂടല്ലൂരിലെ ആ തോട്ടത്തിൽ, അതായത് കടുവയെ പിടികൂടിയത് 1:30 കൂടിയാണ് കടുവ കൂട്ടിലായത്. അതിനുശേഷം പ്രതിഷേധം ഉയർന്നു. അതായത് ഇതിന് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. അതേ തോട്ടത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിലായി ഇവിടെ വഴിയിൽ തീ കൊളുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. അതിൻ്റെ തൊട്ട് അപ്പുറത്തായി, അതായത് ഈ പാതയിൽ തന്നെ തൊട്ടപ്പുറത്തായി ചർച്ചകൾ നടക്കുന്നുണ്ട്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്. MLA IC ബാലകൃഷ്ണൻ ഇവിടെയുണ്ട്. DYSP അബ്ദുൾ ഷെരീഫ്, അതോടൊപ്പം തന്നെ DFO ഷജന കരീം, വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും അതോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ്റെയും തലപ്പത്തുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട്. എന്തായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുണ്ട്. ചർച്ച വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ പ്രതിഷേധവും മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിൽ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് പ്രായോഗികമായ കുറേ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വസ്തുത കൂടിയാണ്. പ്രത്യേകിച്ച് വനസംരക്ഷണ നിയമം അവിടെ ചർച്ച ഒരുപാട് ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ റേഞ്ചിന് സ്വാഭാവിക ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആൾ കൂടുമ്പോഴും തോന്നുകയാണ്. എന്തായാലും അവിടെ തോട്ടത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. എന്ന് പറഞ്ഞാൽ കടുവയെ കൊന്നിട്ടേ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കൂ എന്ന് നാട്ടുകാർ അങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വാശി എന്ന് പറയാൻ കഴിയില്ല. കൂട്ടത്തിലൊരാളെ കൊന്ന കടുവയാണ്. കൂട്ടത്തിലൊരാളുടെ മരണം കണ്ടതാണ് ഈ കടുവ കാരണം. അപ്പോൾ സ്വാഭാവികമാണ് ആ വൈകാരിക പ്രതിഷേധം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ജീവനോടെ കൂട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. സുർജിത്ത്, എങ്ങനെ പ്രശ്നം പരിഹരിക്കാനാണ് വനംവകുപ്പിൻ്റെ ആലോചന? നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് കൂടുതൽ ധനസഹായം, അതായത് നിലവിൽ 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് 50 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയും ഉറപ്പാക്കണം കുടുംബത്തിലെ ഒരാൾക്ക് എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതേസമയം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. തുടക്കം മുതൽ, അതായത് ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് രാത്രി മുതൽ തന്നെ ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും. അവർ ഇപ്പോൾ തീ കൂട്ടിയും മറ്റും ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും 10 ദിവസമായിരിക്കുന്നു. നാട്ടുകാർ പറയുന്നത് പ്രാക്ടിക്കൽ ആക്കാൻ വനംവകുപ്പിന് മുന്നിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് സുർജിത്ത്? തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഈ 3 ഉപാധികളാണ്. അതായത് ഈ പ്രജീഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പ്രധാനപ്പെട്ടതായി ഉന്നയിച്ച ഉപാധികളിൽ ഒന്ന് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഉത്തരവ് ഇറങ്ങിയത് പോലും നമുക്കറിയാം. ആദ്യത്തെ ഉത്തരവ് കേജിങ് എന്നായിരുന്നു. അതായത് കൂട്ടിലടക്കപ്പെടുകയോ മയക്കുവെടി വെക്കുകയോ, ഡാർട്ടിങ് എന്നുള്ള 2 വിഷയങ്ങൾ മാത്രമാണ് ആദ്യത്തെ ഉത്തരവിൽ വെച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ജനപ്രതിനിധികളടക്കം മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആ ഉത്തരവ് തിരുത്തുകയായിരുന്നു. അതിൽ ഷൂട്ടിംഗ് എന്നുകൂടി എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. അതായത് 3 വ്യവസ്ഥകളായിരുന്നു. ഒന്ന്, കൂട്ടിലാക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള 3 വ്യവസ്ഥകളായിരുന്നു. അതിൽ ആദ്യത്തെ വ്യവസ്ഥയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് കടുവ കൂട്ടിലായി ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതിലോ വെടിവെക്കുന്നതിലോ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലാണ് വനംവകുപ്പ് നിലപാട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ നിലപാട്. കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ നിന്നും തൃശ്ശൂരിലോ മറ്റോ മൃഗശാലയിലേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെ മുഖത്ത് ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കടുവയെ കൊണ്ടുപോകാൻ, ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് തരത്തിലുള്ള നടപടി, എന്ത് തീരുമാനം വരും എന്നുള്ളത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലൽ പ്രായോഗികമല്ല, അത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി എന്ത് നടപടി എന്നുള്ളതാണ്. ഇത്ര സമയമായിരിക്കുന്നു, മണിക്കൂറുകളായി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നാട്ടുകാരുണ്ട്, നടുവിലായി പോലീസുമുണ്ട്. ഇത്തരത്തിലൊരു സന്നാഹമാണ് ഏതാണ്ട് എനിക്ക്
എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു 25 മീറ്റർ പാതയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു, അതിനപ്പുറത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു, അതിനപ്പുറത്ത് പിന്നെ കാണുന്നത് ഈ കടുവയെ വഹിച്ചുകൊണ്ടുള്ള ഈ ട്രാക്ടർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിന് മുകളിൽ എന്ത് നടപടി, എന്ത് തീരുമാനം, ആ തീരുമാനമാണ് ഇവരും ഉറ്റുനോക്കുന്നത്. കടുവയെ ജീവനോടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ നിലപാട്. പക്ഷേ വെടിവെക്കാതെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നാട്ടുകാരും ഒരുപോലെ നിലപാട് എടുത്തിരിക്കുകയാണ്. എന്തായാലും നടപടിക്ക് ഇനി ഈ ചർച്ചയെ തുടർന്നുണ്ടാകുന്ന എന്താണ് അതിന് മറുപടി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ഈ പറയുന്ന പ്രതിഷേധം നടക്കുന്ന തോട്ടത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ കടുവയെ കൊല്ലണം എന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ. അവർ അങ്ങനെ ആവശ്യപ്പെടുന്നതിന് അത്ഭുതമില്ല. കാര്യം കൂട്ടത്തിലൊരാളെ കൊന്ന കടുവയാണ്. ജീവസന്ധാരണത്തിനായി പുല്ലരിയാൻ പോയ ഒരു ചെറുപ്പക്കാരനെ കൊന്ന കടുവയാണ്. അതിനെ കൊല്ലണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാർ. അവർ കുറച്ച് വൈകാരികമാവുന്നതിലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു കാരണവശാലും അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതവിടെ ദിനേശ് ഹരിപ്പാട് പറയുന്നു. ഹാഷ്മി, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് നിർമ്മാണത്തിന് ദേവസ്വം 19 ലക്ഷം രൂപ അനുവദിച്ചു. മാസങ്ങളായി ഇതുവരെ ഒരു പുരോഗതിയില്ല. തൈപ്പൂയ മഹോത്സവം അടുത്ത മാസമാണ്. ഭക്തർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് ദിനേശ് പറയുന്നതിനെ ഞാൻ അധികാര സമക്ഷം മുന്നോട്ട് വെക്കുകയാണ്. അഷ്റഫ് കല്ലുങ്കൽ പറയുന്നു, ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കുക എന്നതല്ല ഗവർണറുടെ ഉദ്ദേശം. ഭരണകൂട നടപടികൾ നിരീക്ഷിക്കുക, നീതിയുക്തമായ കാര്യങ്ങൾക്ക് അനുമതി നൽകുക എന്നതാണ്. അഷ്റഫ് കല്ലുങ്കൽ, അങ്ങനെയല്ല. എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ഓഫീസല്ല ഗവർണറുടെ ഓഫീസ്. അത് നമ്മുടെ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്നുള്ള കാര്യം അത് ഭരണഘടനയിൽ പറയുന്നതാണ്. മാത്രമല്ല, ഒരു ഡസനിലധികം വിധികളോട് സുപ്രീം കോടതി ആവർത്തിച്ചുറപ്പിച്ച സെറ്റിൽഡ് പൊസിഷനാണ്. അതിൽ വലിയ മാറ്റമില്ല. അഷ്റഫ് പറയുന്നത് പോലെയുള്ള അധികാരങ്ങൾ ഗവർണറുടെ ഓഫീസിന് തൽക്കാലം ഇല്ല. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ റോഡ് പണി പുരോഗമിക്കുന്നത് പെരുമഴയത്താണ്. റോഡ് വേഗത്തിൽ നന്നാക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഇത്. നവകേരള സദസ്സിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മന്ത്രിപ്പടയ്ക്ക് വഴിയൊരുക്കുകയാണ് ഉദ്യോഗസ്ഥർ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ പെരുമഴയത്തുള്ള റോഡ് പണി അവസാനിപ്പിച്ച കരാറുകാർ മുങ്ങി. കാട്ടാക്കട മുതൽ നെയ്യാർ ഡാം വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പലതവണ പരാതി പറഞ്ഞു, ഉദ്യോഗസ്ഥർ ചെവി കൊണ്ടില്ല. നവകേരള സദസ്സിനായി മന്ത്രിപ്പട എത്തുന്നു എന്നറിഞ്ഞതോടെ എല്ലാ സാങ്കേതികത്വങ്ങളും വഴിമാറി. ഈ മാസം 22-നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാട്ടാക്കട മണ്ഡലത്തിലെത്തുന്നത്. അതിനു മുന്നോടിയായി തിരക്ക് പിടിച്ച അറ്റകുറ്റപ്പണിയാണ് കാട്ടാക്കട ടൗൺ മുതൽ നെയ്യാർ ഡാം വരെയുള്ള റോഡിൽ. റോഡ് പണിയുന്നത് നാട്ടുകാർക്ക് സന്തോഷമുള്ള കാര്യമാണ്, അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ പ്രതിഷേധമുയർന്നു, തെല്ലും ആത്മാർത്ഥതയില്ലാത്ത കള്ളപ്പണിയുടെ പേരിൽ. കാട്ടാക്കടയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രഹസനം മാത്രമാണ്. ഈ റോഡിൻ്റെ പണിയെന്ന് പറഞ്ഞ് ഈ മഴയത്ത് നടത്തേണ്ട യാതൊരു കാര്യമില്ല എന്ന് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. പിണറായി കടന്നു വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ റോഡുകൾ ഇപ്പോൾ നവീകരിക്കുന്നത്. ഇതുവരെ ഇത്രയും ദിവസം MLAക്കോ കേരള ഗവൺമെൻറ്റിനോ ഇല്ലാത്ത ഒരു വേദനയാണ് ഇപ്പോൾ ജനങ്ങളോട് വന്നിരിക്കുന്നത്. നവകേരള സദസ്സ് കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ദുരിതത്തിലാകും നവകേരള സദസ്സിന് മുന്നോടിയായുള്ള ഈ തട്ടിക്കൂട്ടുപണി. മന്ത്രിമാർക്ക് ഒറ്റ ദിവസത്തേക്ക് സഞ്ചരിക്കാൻ മാത്രം മതിയോ ഈ നല്ല റോഡുകൾ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇതിപ്പോൾ മുറിവിൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാൽ എന്താ ചെയ്യുന്നത്? അല്പ ദിവസം കഴിയുമ്പോൾ ഇളകിക്കളയും. അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി വിജയൻ വരുന്നു, പോകുന്ന സമയത്ത് ഈ റോഡെല്ലാം ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. സാധാരണ മഴയത്ത് അവർ നീന്തിയെങ്കിലും ഇപ്പോൾ റോഡേ പോകുമായിരുന്നു. ഇപ്പോൾ നീന്തി പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് കാട്ടാക്കടയുടെ അവസ്ഥ. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റാണ് നിങ്ങൾ കണ്ടോളുക. നമുക്ക് നല്ല ലൈവ് കൊടുക്കണം. ഐസ് കട്ട ഇതാണ് നമ്മുടെ സർക്കാരിന്റെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്നുള്ള സംവിധാനം കണ്ടോളുക. നാട്ടുകാരുടെ പ്രതിഷേധ ചൂടിൽ തൽക്കാലം പണി നിർത്തി. പെരുമഴ മാറിയാൽ വീണ്ടും പുനരാരംഭിക്കാനാണ് നീക്കം. പലകുറി സാങ്കേതികത്വം പറഞ്ഞ ഈ ജനതയെ ഒഴിവാക്കിയതാണ്. മന്ത്രിമാർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ സാങ്കേതികത്വമെല്ലാം എവിടെ പോയി? ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എ ബി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതുതന്നെയാണ്, പൊതുജനം കഴുതയല്ല സാർ എന്നാണ് ഉദ്യോഗസ്ഥരോട്, ആ കരാറുകാരോടൊക്കെ പറയാനുള്ളത്. റോഡിലെ കുഴിയിൽ പതിക്കാതെ മുഖ്യമന്ത്രിക്കും വാഹനവ്യൂഹവും വളരെ നൈസായിട്ട് കടന്നു പോകും. പക്ഷേ റോഡ് പഴയതിലും മോശമാകുമെന്നല്ലാതെ താൽക്കാലിക കുഴിയുടെ അടക്കൽ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല നാട്ടുകാർ പറയുന്നുണ്ട്. മഴവെള്ളം നിറഞ്ഞ കുഴികളിൽ ടാർ മിക്സർ നിറച്ചാൽ എത്ര നാൾ നിൽക്കുമെന്നും അവർ ചോദിക്കുന്നു. കേൾക്കാം അവർക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന ആ സമയത്ത് മാത്രം റോഡ് നന്നായാൽ മതിയോ? അതുപോലെ നമ്മൾ അതും ഈ മഴ സമയത്ത്
ഇങ്ങനെ ടാർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ അത് ഇളകി പോകും. അപ്പോൾ അതും ഒരു പാഴ്ചെലവാണ്. പുതിയ റീടാറിങ് അവിടെ പേച്ച് വർക്ക് ചെയ്തില്ലേ, അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. നവകേരള സദസ്സിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ട് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. തട്ടിക്കൂട്ട് തന്നെയാണിത്. ഇന്നലെ വൈകുന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പെരുമഴയത്താണ് ഈ ടാറിങ് ചെയ്തത്. ഫുള്ളും കാട്ടക്കട തൊട്ട് ഇവിടെ ചൂണ്ടുവല വഴി അങ്ങോട്ട് എല്ലാ ഭാഗങ്ങളിലും ഈ പെരുമഴയത്താണ് ഈ ടാറിങ് നടന്നത്. അത് കഴിയുമ്പോൾ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും ഉറപ്പായിട്ട്. അവർ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബഷീർ എന്നെ പറയുകയാണ്, ഹാഷ്മി സമ്മേളനത്തിന് പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചിട്ടെടുക്കുന്നില്ല. രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു, വൈകിട്ട് വിളിച്ചു. ബഷീർ ഒരു മെസ്സേജ് ജസ്റ്റ് അയച്ചിട്ട് അത് വേറൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അത് വളരെ ഗംഭീരമായ അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ്. കൃത്യമായ പ്രേക്ഷകരോട് അതെപ്പോഴാണ്, അതിൻ്റെ തീയതി എപ്പോഴാണെന്നൊക്കെ കൃത്യമായി തന്നെ പറയും. അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, സേവനാവകാശ നിയമം സമഗ്രമായി പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചന. പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി സേവനം ഉറപ്പാക്കാൻ നിയമ ഭേദഗതി അനിവാര്യമാണ് എന്ന് വിലയിരുത്തിയാണ് നീക്കം. ഇതിനായി നിയമപരിഷ്കരണ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വിവരാവകാശ നിയമത്തിന് ശേഷം നടപ്പാക്കിയ ഏറ്റവും ശക്തമായ നിയമമായിരുന്നു പൊതുജനാവകാശ നിയമം. 2012 കേരള പിറവി ദിനത്തിലാണ് സംസ്ഥാനത്ത് നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ 11 വർഷം പിന്നിടുമ്പോഴും ഈ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണവകുപ്പുകളും നടത്തുന്ന എല്ലാ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാക്കുന്നതാണ് നിയമം. സേവനം നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാം. എന്നാൽ ജനങ്ങൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം നൽകുന്നതിൽ നിലവിലുള്ള നിയമത്തിൽ പഴുതുകളുണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തൽ. നിയമം നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പരാജയപ്പെടുന്നു. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സേവനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന വ്യവസ്ഥയും പാലിക്കപ്പെടുന്നില്ല. ഓരോ സർക്കാർ സേവനത്തിനും സമയപരിധി നിർണ്ണയിക്കുക, സേവനം സമയബന്ധിതമായി ജനങ്ങൾക്ക് നൽകുക തുടങ്ങിയവയാണ് നിയമത്തിലെ മറ്റു പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. ഏറ്റവും കൂടുതൽ പരാതി റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളെക്കുറിച്ചാണ്. 11 വർഷം മുമ്പുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ പ്രയോജനപ്പെടുന്നില്ല. കർശന വ്യവസ്ഥകൾ വേണമെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. കാതലായ മാറ്റം നിർദ്ദേശിക്കാൻ നിയമപരിഷ്കരണ കമ്മീഷനെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കി. നിയമത്തിൽ മാറ്റം വരുത്താനുള്ള വിശദമായ നിർദ്ദേശവും കരട് ഭേദഗതിയും സമർപ്പിക്കാനാണ് നിർദ്ദേശം. സേവനാവകാശ നിയമപ്രകാരമുള്ള സമയപരിധി എല്ലാ സർക്കാർ ഓഫീസുകളിലും പരസ്യപ്പെടുത്തുന്ന തരത്തിലാകും പുതിയ ഭേദഗതി. സേവനം നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന ശിക്ഷയും ഉണ്ടാകും. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് സേവനം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥകളാകും നിയമപരിഷ്കരണ കമ്മീഷൻ പരിഗണിക്കുക. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ എന്ന് പറഞ്ഞാൽ സേവനാവകാശ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ട് 1-2 അല്ല 11 വർഷം കഴിഞ്ഞു. അത് പൊതുജനങ്ങൾക്ക് കാര്യമായ ഗുണം കിട്ടുന്നില്ല എന്ന് വന്നതോടെയാണ് ആ നിയമം പരിഷ്കരിക്കാം എന്നൊരു ആലോചനയിലേക്ക് സർക്കാർ പോകുന്നത്. വിവരാവകാശ നിയമം പോലെ കാര്യമായ പ്രചാരണം സേവന നിയമത്തിന് കിട്ടാത്തതാണ് വെല്ലുവിളിയായത്. വിവരാവകാശ കമ്മീഷണറേറ്റ് പോലെ ഒരു പരാതി പരിഹാര അതോറിറ്റി ഇല്ലാത്തതും ആ നിയമത്തിൻ്റെ ന്യൂനതയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ആണ് ആലോചന. കേൾക്കാം, ആ വിഷയത്തിൽ ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. പാവങ്ങളെ ഇങ്ങനെ കയറ്റിയെടുത്ത് നടത്താതെ അവരുടെ കാര്യങ്ങൾ അപ്പോഴപ്പോഴും ചെയ്തു കൊടുക്കണം. അല്ലാതെ പിന്നെ പാവപ്പെട്ടവരെ ഞാൻ സ്ഥിരം കാണുന്നതാണ്, പാവപ്പെട്ടവരെ സ്ഥിരം അവർ കയറി ഇറങ്ങിയാലും അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാലാകാലത്തേക്കും ഓരോ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ജീവിത നിലവാരം അനുസരിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കണം. അവർ ജോലി ചെയ്തനുസരിച്ച് അവർക്ക് ശമ്പളവും കിട്ടണം, മാറ്റങ്ങൾ കൊണ്ടുവരണം. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുക, പിന്നെ പെൻഷനായവർക്ക് പെൻഷൻ സമയങ്ങളിൽ കൊടുക്കുക. ജീവനക്കാർക്ക് ശമ്പളം കൂട്ടണം, ശമ്പളം ആനുകൂല്യമൊക്കെ കൂട്ടിത്തരണം. പെൻഷൻ കൊടുക്കാനുള്ളവർക്ക് പെൻഷൻ കൊടുക്കണം. ഇപ്പം തന്നെ പെൻഷൻ എല്ലാം മുടങ്ങി കിടക്കുകയല്ലേ. കൃത്യസമയത്ത് 10 മണിക്ക് ഓഫീസിൽ വരിക, അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്യുക, അതെല്ലാം കഴിഞ്ഞിട്ട് പോരെ ഇനി അടുത്ത മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ജനത്തിന് പറയാനുള്ളത്. ദാനീഷ് പ്രസാദ് പറയുകയാണ്, ആസ് പെർ ദ റൂൾ വി കനോട്ട് കിൽ ദ ടൈഗർ, ബെറ്റർ ചോയ്സ് ഈസ് ടു ട്രാൻസ്ഫർ ടു സൂ. അതൊക്കെയാണ് ചട്ടം പറയുന്നത്. പക്ഷേ ആ നാട്ടുകാർ വൈകാരികമാകുന്നതിനെ നമ്മൾ ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ഒരാളെ കൂട്ടത്തിലുള്ള ഇന്നലെ വരെ കൂടെ കണ്ട ഒരാളെ കടിച്ചു കൊന്നൊരു കടുവ, നരഭോജി കടുവയെ കൊല്ലണം എന്നവർ ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വനംവകുപ്പ് എന്നാണ് തോന്നുന്നത്. സുരേഷ് ബാബു പറയുകയാണ്, നവകേരള സദസ് കൊണ്ട് കേരളത്തിലെ ഒരുപാട് റോഡുകൾ കുഴികൾ അടഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണെന്ന് പറയുന്നു. അതിന് മുഖ്യമന്ത്രി മന്ത്രി വ്യൂഹം അങ്ങോട്ടേക്ക് വരേണ്ടി വന്നു എന്നുള്ളത് സങ്കടകരമാണ് എന്നും അക്കൂട്ടത്തിൽ പറയണം. സഞ്ജു പറയുന്നു, ഗെറ്റ് ലോസ്റ്റ് എന്ന് ഗവർണർ പറയുമ്പോൾ ദിസ് ഈസ് നോട്ട് യുവർ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയാനുള്ള ആർജവം മലയാള മാധ്യമങ്ങൾ കാണിക്കണമായിരുന്നു. സഞ്ജു എന്താണ് ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്താമോ എന്ന് ഗവർണർ ആലോചിക്കട്ടെ. അത് ഉചിതമാണോ എന്ന് ആലോചിക്കേണ്ടത് ഗവർണറാണ്.
ഇനി ഗെറ്റ് ലോസ്റ്റ് എന്നല്ല, അതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞാലും മാധ്യമ പ്രവർത്തകർ അങ്ങനെ നിലവിട്ട് പെരുമാറാൻ പാടുണ്ടോ? നമ്മൾ എന്താണ് ഔചിത്യബോധത്തിൽ അതൊരു ഭരണഘടനാ പദവിയാണ്, കൊടുക്കേണ്ട ബഹുമാനത്തിൽ ഔചിത്യബോധത്തിൽ നിൽക്കലല്ലേ വേണ്ടത്, അല്ലാതെ നമ്മൾ പറയുന്നതിനൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ. അപ്പോൾ ദുരിതപ്പെയ്ത്തിൽ ഒറ്റപ്പെട്ട തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകൾ. തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. താമരഭരണി നദി കരകവിഞ്ഞതോടെയാണ് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടത്. തൂത്തുക്കുടിയിൽ നിന്നും NG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുരിതപ്പെയ്ത്തിൽ തെക്കൻ തമിഴ്നാടിന്റെ പല മേഖലകളും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന നിലയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായി. ഈ റോഡിന് മീതെ നദി കരകവിഞ്ഞ് ഒഴുകിയതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രളയപ്പെയ്ത്തും ഒപ്പം വെള്ളപ്പൊക്കവും ഉണ്ടായിരിക്കുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്കോ തിരുനെൽവേലിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വയലുകളാണ്, കൃഷി ഇറക്കിയിരുന്ന പാടങ്ങളാണ്. ഈ പാടങ്ങളിലേക്കാണ് താമ്രഭരണി നദി കരകവിഞ്ഞൊഴുകുകയും ഈ പാടത്തേക്ക് മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ട് വശവും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. இந்த இடம் ரொம்ப மோசமாக இருக்குது. இன்னும் குறையுமான்னு தெரியல. வாய்க்காலில் பூரா அதிகமாக தண்ணி வந்துக்கிட்டு தான் இருக்குது. இன்னும் குறையிற மாதிரி ஐடியாவில் இல்லை. முன்னாடி இந்த மாதிரி வந்ததே கிடையாது. 1991 வந்துச்சு. இப்போ அதுக்கு பிறகு இப்பதான் வந்திருக்கு. രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലൊക്കെ തന്നെ എത്തുമെന്നതാണ് പറയാൻ അധികാരികളടക്കം പറയുന്ന കാര്യം. ഈ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴയ്ക്ക് ഇതുവരെയും യാതൊരു ശമനവുമില്ല. വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും നൽകിയിരിക്കുന്നത്. തിരുനെൽവേലിയെയും തൂത്തുക്കുടിയെയും ഈ ദുരിതപ്പെയ്ത്ത് പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴയിൽ കൂടുതൽ ഡാമുകൾ തുറന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രളയം പല മേഖലകളിലും ഉണ്ടാകുന്നത്. പാപനാശം ഡാം തുറന്നതിന് പിന്നാലെയാണ് താമരഭരണിയാർ കരകവിഞ്ഞൊഴുകുകയും അത് തിരുനെൽവേലിയെ വലിയ തരത്തിൽ തിരുനെൽവേലി നഗരത്തെ അടക്കം മുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ഈ മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ട്രെയിൻ സർവീസുകളും ഒപ്പം വിമാന സർവീസുകളും ഒക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനത്ത് ആളുകൾ തുടരണമെന്നൊരു നിർദ്ദേശമാണ് അധികാരികൾ നൽകുന്നത്. അപ്പോൾ അതാണ്, അവിടെയൊക്കെ വലിയ മഴയാണ്. നമ്മുടെ ഇവിടെയും മഴക്കാലമാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ മൂടിക്കെട്ടിയൊക്കെ നിൽപ്പാണ്. തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ 2 ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രേക്ഷകർ ജസ്റ്റ് ഒരു കരുതൽ, ഒരു ജാഗ്രത എടുക്കുക. ഇതാ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സിദ്ദിഖാണ് ചോദിക്കുന്നത്. കടക്കപ്പുറത്തെന്ന് പറഞ്ഞതും ഗെറ്റ് ലോസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ് രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്നെ കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പദാവലികൾ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ക്രിമിനൽസ്, ഗുണ്ട എന്നൊക്കെ പറയുന്ന പദാവലികൾ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതല്ല. അത് നല്ല വാക്കുകളല്ല എന്ന് പറഞ്ഞാൽ അത്യധികം രോഷത്തിൽ ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നതാണ്. അതിനെ ജീവിതത്തിലേക്ക് പകർത്താതിരിക്കുക. അപ്പോൾ തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള, കുറേ അധികം വാർത്തകൾ ബാക്കിയുണ്ട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ പ്രതികരണ വേദന തുടരുകയാണ്. അതാ ഒരു പ്രേക്ഷകൻ തോമസ് ഊട്ടി കഴിഞ്ഞൊരു ചോദിക്കുകയാണ്, ഹാഷ്മി കടുവ ചെയ്തത് തെറ്റെന്താണ്? നമ്മൾ എത്രയോ ജീവികളെ കൊന്നു തിന്നുന്നു. ചേട്ടാ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കട്ടെ, പുറത്തു പോയി പറയരുത്, പ്രത്യേകിച്ച് ആ ഏരിയയിൽ പോയി പറയുകയും ചെയ്യരുത്. അവർ വളരെ വൈകാരികമായി രോഷാകുലായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഹജീവികളെ ഒരു ജീവി കൊന്നാൽ അതിനുള്ള പ്രതിഷേധം സ്വാഭാവികമല്ലേ, അത് അങ്ങനെ കാണല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അസമാധാനം ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് ചുറ്റും നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന ചില വാർത്തകൾ കൂടിയുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി കാണാം. ബി പോസിറ്റീവ്. ഒരു നാടിൻ്റെ ദാഹമകറ്റിയ കിണർ, ഇനി ആ നാടിൻ്റെ ചരിത്രവും പറയും. നൂറ്റാണ്ട് പിന്നിട്ട കോഴിക്കോട് കോതമംഗലത്തെ പൊതുകിണറാണ് പുതിയ തലമുറയ്ക്ക് ചരിത്രാവബോധം പകരുന്നത്. പഴയ തലശ്ശേരി താലൂക്കിൻ്റെ ഭാഗമായിരുന്ന കിണറിന് ചുറ്റും പ്രദേശത്തിൻ്റെ ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് കോതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ PTA-യും അധ്യാപകരും ചേർന്നാണ് കിണർ ശില്പമായി രൂപപ്പെടുത്തിയത്. 1915 തലശ്ശേരി താലൂക്കായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് പൊതുകിണർ. കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കും ടൗണിലെത്തുന്നവർക്കും സമീപത്തെ വീട്ടുകാരുടെയും ഉൾപ്പെടെ ജലസ്രോതസ്സായിരുന്നു. ഇടക്കാലത്ത് ഉപയോഗിക്കാതെ വന്നതോടെ കാട് കയറി നാശത്തിന്റെ വക്കിലായിരുന്നു കിണർ.
ഇതോടെയാണ് നഗരസഭയും സ്കൂൾ PTA-യും സംരക്ഷണ യജ്ഞവുമായി രംഗത്തെത്തിയത്. ഏറെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് ഇവിടെ. ഏറെ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ ഒരു കിണറും അതിൻ്റെ പരിസരവും വളരെ മലിനമാക്കപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകൾ മദ്യപാനവും പുകവലിയും മറ്റ് പല പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇത്ര മനോഹരമാക്കി മാറ്റുന്നതിൽ നമ്മുടെ ശില്പിയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ PTA-യും മുൻകൈ എടുത്തിട്ടുണ്ട്. കോതമംഗലം ചന്ത, പിഷാരിക്കാവ് ക്ഷേത്രം, പാറപ്പള്ളി, കൊയിലാണ്ടി ബീച്ച്, കൊണ്ടംവള്ളി ക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ, ബപ്പങ്കാട്, കാപ്പാട്, കൊയിലാണ്ടിയിലെ കയർ മേഖല, വെറ്റില കൃഷി എന്നിവയെല്ലാം കിണറിനു ചുറ്റുമുണ്ട്. ഒപ്പം ഗാന്ധി പ്രതിമയും. പൂക്കാട് കലാലയത്തിലെ ആർട്ടിസ്റ്റ് KV ബിജു ആണ് ദൃശ്യങ്ങളും ശില്പങ്ങളും തീർത്തിരിക്കുന്നത്. 24 കോഴിക്കോട്. ആദ്യത്തെ ചോദിക്കുകയാണ്, പഠിപ്പുകൊണ്ടൊക്കെ എന്നൊക്കെ പറയണ കേട്ട് നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അർച്ചന ചോദിക്കുന്നു, എത്ര നേരമായി ചോദിക്കുന്നു, പറ പ്ലീസ് എന്നൊക്കെ പറയുന്നു. സർ പ്ലീസ് നാളെ ക്ലാസ് ഉണ്ടോ? ശ്രീവിദ്യ ചോദിക്കുന്നു, മക്കളെ നാളെ ക്ലാസ് ഉണ്ട്, നാളെ പരീക്ഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ആകെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ AYF ഒരു പഠിപ്പുകൊണ്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് വലിയ പരീക്ഷകളൊക്കെ ആ പഠിപ്പുകൊണ്ടൊക്കെ വരി മാറ്റി വെക്കുമോ എന്നുള്ള സ്കൂൾ തീരുമാനിക്കുന്നതാണ്, കോളേജ് തീരുമാനിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നാളെ സ്കൂളില്ല എന്ന് എന്തായാലും ഉണ്ടാവില്ല. നാളെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവൂ, നാളെ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഗോകുൽ രവി ചേരും. നൈറ്റ്.